സാറേ, എന്താ ഏട്ടാ? എൻ്റെ മോളെ കാണാനില്ല. കാണാനില്ലേ? ഇവിടെ ലോ കോളേജ് പഠിക്കുന്ന കുട്ടിയാ. സാധാരണ 7 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ എത്തുന്നതാ. ഇന്ന് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. പിന്നെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ ഒന്നും ചെന്നിട്ടില്ല. എവിടാ നിങ്ങളുടെ ഹോസ്റ്റൽ? നോർത്തിലാ. എന്താ അവിടെ പ്രശ്നം? ഇവരുടെ മോളുടെ മിസ്സിംഗ് കേസാണ് മാഡം. നോർത്ത് സ്റ്റേഷൻ കണ്ടറില്ല. ആ, അപ്പം നോർത്ത് സ്റ്റേഷനിലോട്ട് പോക്കോ. അവിടെ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി. ബാക്കി അവർ നോക്കോളും. ഞങ്ങളിവിടുന്ന് വിളിച്ചു പറഞ്ഞോളാം. മഴയത്ത് കള്ളുടിച്ച് വണ്ടി ഓടിച്ചാ കണ്ടുപിടിക്കില്ലാന്നില്ല. ഈ പോക്കിനെ അവിടെ ചെന്ന് കയറിയാണ്ടല്ല, അവസാനം പോലീസിനെ കാവലിക്കണം. പോസ്റ്റ്മോർട്ടം മോർച്ചറിന്ന് പറഞ്ഞിട്ട് മനസ്സിലായടാ. ഒരു ഡോക്യുമെന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്താണോ സാറ് വനിതാ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നതാ. എൻ്റെ മോള് പ്രസാദേ WC കൊള്ളുന്നുണ്ടായിരുന്നോ? ഒരു ഒളിച്ചോട്ട കേസ് വിളിച്ച് പറഞ്ഞു സാർ. ഒളിച്ചോട്ടോ അല്ല സാറേ, അവളെ കാണാതായതാ. ആദ്യം ഇതൊക്കെ പറയും, പിന്നെ ഒളിച്ചോട്ടം തന്നെ ആയിരിക്കും. വാ സാറേ, ഞങ്ങളെന്നാ പോക്കോട്ടെ. നിന്നെ പോടാടാ, അതിനല്ലേ നിന്നെ കൊണ്ടുള്ളേ. നിങ്ങളുടെ മോള് പഠിക്കണോ? അതെ സാർ, ലോ കോളേജിലാണ്. നിങ്ങളാരാ? ഹോസ്റ്റൽ വാർഡനാ. സാർ, സാധാരണയായി മെറിന് 7 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ എത്താറുണ്ട്. ലേറ്റ് ആവുകയാണെങ്കിൽ വിളിച്ചു പറയും. ഇന്ന് വിളിച്ചിട്ടുമില്ല. മൊബൈൽ സ്വിച്ച് ഓഫും ആണ്. ഈ കൊച്ചിന് വല്ല പ്രേമ ചിറ്റികളിയാ അങ്ങനെ വല്ലതും ഉണ്ടാ? സാർ, ഇവരാ കുട്ടിയുടെ പാരൻസ് ആണ്. ഇവരിപ്പോഴേ പേടിച്ചിരിക്കുവാണ്. സാർ, ഇവർ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച. എന്റെ പൊന്നു സിസ്റ്ററെ, ഇതെനിക്ക് കേട്ട് സൂഹിക്കാൻ വേണ്ടി ചോദിച്ചല്ല. കുട്ടിയെ കണ്ടുപിടിക്കണ്ടേ? സാർ, കുട്ടിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിച്ചൂടെ? ആഹാ, അന്ന ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് പിള്ളേരെ കൊണ്ട് പോയി അന്വേഷിക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഈച്ചനായിട്ട് ഇരിക്കില്ല. സർ പ്ലീസ് ഒന്ന് സഹായിക്കണം. എവിടെയാ നിങ്ങളുടെ ഹോസ്റ്റല്? നോർത്തിലാ. നോർത്തിലെവിടെയാ? കച്ചേരിപ്പടി. അത് ശരി, കച്ചേരിപ്പടിന്നാണോ കേസ് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇത് നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ കൊടുക്കണം. സാർ, ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 3 മണിക്കൂറായി. ആ കുട്ടി എവിടെ പോയി എന്ത് ചെയ്യുന്ന അറിയാതെ ഞങ്ങൾ ഇവിടെ ഓരോ സ്റ്റേഷനിൽ രാത്രി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. സിസ്റ്ററെ, നിങ്ങൾക്കൊരു പരാതി പേപ്പറിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ എഴുതി തരാം. കുട്ടിയെ കിട്ടണ്ടേ? കേസ് അന്വേഷണം നടത്തണ്ടേ? അതിന് കൊടുക്കേണ്ടോടത്ത് കൊടുക്കണം. മോളുടെ ഫോട്ടോ ഒന്നും ഇവിടെ കാണിച്ചേ. ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരെണ്ണം ഫയൽ വയ്ക്കുക, പിന്നെ എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചേക്കുക കേട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ നിങ്ങൾ പൊയ്ക്കോളൂ, ടെൻഷൻ അടിക്കണ്ട. മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നതാവും. ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കാണും, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. സാറേ, എൻ്റെ മോളെ കിട്ടില്ലേ? തീർച്ചയായും വിഷമിക്കണ്ട കേട്ടോ. പൊയ്ക്കോളൂ. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ കൺട്രോളിൽ അറിയിക്കണം, ഇമ്മീഡിയറ്റ്ലി. ശരി സാർ. ആ സേതു സാർ, സിറ്റിയിലെ ഹോസ്പിറ്റൽസിൽ ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വല്ല ആക്സിഡന്റ് റിപ്പോർട്ടിലുണ്ടോ നോക്കൂ. ശരി സാർ. അതൊരു നോർമൽ പ്രൊസീജിയറാ, ടെൻഷൻ അടിക്കണ്ട. സെൻട്രൽ സ്റ്റേഷൻ പരിധിയിൽ നിന്നും 20 വയസ്സുള്ള മെറിൻ ജോയ് എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്. ഏകദേശം 5 അടി 4 ഇഞ്ച് ഉയരം, വെളുത്ത നിറം. കാണാതാവുമ്പോൾ മെറൂൺ കളർ ചുരിദാറാണ് ധരിച്ചിരുന്നത്. കാണാതായ പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും പോലീസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ലോ കോളേജ് വിദ്യാർത്ഥി ആയതുകൊണ്ട് ആ ഭാഗത്തുള്ള മൊബൈൽസും കൺട്രോളിംഗ് ടീംസും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും സ്റ്റേഷനിൽ ഗുഡ് മോർണിംഗ് സാറേ. ഇപ്പോൾ ഐലൻഡ് പോലീസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവിടെ കായലിൽ പോളേക്ക് ഒരുങ്ങുന്ന നിലയിൽ ഒരു ബോഡി കണ്ടിട്ടുണ്ടെന്ന്. ഇന്നലത്തെ മിസ്സിംഗ് കേസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് സാറേ. ഇതാ കുട്ടിയുടെ പാരൻസിനെ അറിയിച്ചോ? ഇല്ല സാറേ, അവരിവിടെ തന്നെ ഉണ്ട്. ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല. സാറിനൊന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? വരാം. ഓക്കെ, ശരി സാർ.
സാറേ മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ജോയ്, നമുക്കൊരു സ്ഥലം വരെ പോവാം. പേടിക്കാനൊന്നുമില്ല. മാഡം ഇവിടെ ഇരുന്നാ മതി. സംഗീത, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കൂ. സാറേ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. വരൂ. ആ ബോഡി കണ്ട സ്ഥലത്ത് നിങ്ങളല്ലേ ഉള്ളത്? അതെ സർ. അവിടെ ആളുകൾ കൂടാതെ നോക്കണം. പിന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പെട്ടെന്ന് നടത്തുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഫോറൻസിക് ടീം അവിടെ എത്തിയോ? എത്തിയിട്ടില്ല സർ. ആ ഓക്കെ. ആൽബി പറ. ശ്രീ, നീ എവിടെയാ? ഞാൻ ദേ ഇപ്പൊ എത്തും. വണ്ടി കയറാൻ പോവാം. എടാ, രാവിലെ തന്നെ TRP പിക്ചേഴ്സ് സ്റ്റോറിയും ചോദിച്ചു തുടങ്ങിയുണ്ട്. ഞാൻ എന്താ പറയണ്ടേ? ഞാൻ ആ സ്റ്റോറിയും കൊണ്ട് അങ്ങോട്ട് വരുവാന്ന് പറ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പത്തിലാവും. 4256. OTP തെറ്റാണല്ലോ മാഡം? OTP കറക്റ്റ് ആണല്ലോ. ബുക്കിംഗ് നെയിം പ്രിയ എന്നാണോ? സോറി. ഇറ്റ്സ് ഓക്കെ. ഗുഡ് മോർണിംഗ് ആൽബി. ഗുഡ് മോർണിംഗ്. സ്റ്റോറി എന്തായി? രാവിലെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, എടുത്തോളൂ. തമാശയാ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഫോണിന് ഇൻകമിംഗ് കോൾ ഫെസിലിറ്റി ഇല്ലേ? എത്ര പ്രാവശ്യമായി വിളിക്കുന്നു? ക്രൈം ഫയൽസിന്റെ അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാനല്ലേ വിളിച്ചേ? അതറിയാവുന്നുണ്ടല്ലേ എടുക്കാഞ്ഞേ? അപ്പം അറിയാം. സോ ടെൽ മീ, വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊച്ചിയിൽ 14 കോളേജ് വിദ്യാർത്ഥിനികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളം മൊത്തെടുക്കുമ്പോൾ ഏതാണ്ട് 54ഓളം വരും. 6 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി വോർഫിൽ നിന്നും ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. പേര് മെറിൻ ജോയ്. ഗോശ്രീ പാലത്ത് നിന്ന് ചാടി ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് എന്ന തെളിവ് സഹിത FIR ഇട്ടു. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഐ റിമെമ്പർ ദിസ് കേസ്. ബോയ് ഫ്രണ്ടുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ. സൂയിസൈഡ് അല്ലേ? അതാണ് പോലീസ് തിയറി. അന്നാ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കാലം റിമാൻഡിലും ആയിരുന്നു. പിന്നെ ജോലിയൊന്നും ആരും കൊടുക്കാത്തോണ്ടായിരിക്കും ഇപ്പൊ ടാക്സി ഓടിക്കുക. ഇത് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത കേസല്ലേ? ഇതിലെന്താ ന്യൂസ് വാല്യൂ? വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ മാം ആത്മഹത്യ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത അഭയ കേസ് 10-30 വർഷത്തിന് ശേഷം തെളിഞ്ഞത്. അന്ന് ആ കേസിന് പുറകെ മീഡിയ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മരണത്തിലും ആത്മഹത്യ അല്ലെന്നും കൊലപാതകമാണെന്നും അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ പേരൻസ് കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അത് യൂഷ്വൽ ആണല്ലോ. യൂഷ്വൽ അല്ലാത്ത പലതും ഈ കേസിലുണ്ട് മാം. ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന പലതും. അതിനൊന്നും ഉത്തരം അന്നും ഇന്നും പോലീസ് പറയാൻ തയ്യാറായിട്ടില്ല. അവിടെയാണ് നമ്മുടെ ക്യാച്ച്. പബ്ലിക്കിനും കൂടി ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്. വിൽ ട്രിഗർ ദം ഓൾസോ. ശ്രീ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മഹത്യയാണെന്ന് തെളിവ് സഹിതം പോലീസ് അന്വേഷിച്ച് ക്ലോസ് ചെയ്തൊരു കേസാണിത്. അതിനി കൊലപാതകമാണെന്ന് പറയാനോ? താനെന്താ വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയും കൊണ്ടെന്ന് അന്വേഷിക്കൂ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ലേ?
കൊണ്ടുവരാം.